ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ +2 ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ്, സ്പെഷ്യൽ ഫങ്ഷൻസ്, കുറച്ചധികം ഒരു 19 എണ്ണം കൗണ്ട് ചെയ്താൽ അതുവരെ നമ്മൾ പറഞ്ഞ് നിർത്തിയേക്കുന്നത്. അതിന് മുമ്പത്തെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കുറച്ച് ലെങ്തി ആയിട്ടാണ്, എന്നാൽ അതിനകത്ത് അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വീഡിയോ മുതലാണ് നമ്മൾ അതിൻ്റെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നമ്മളിനി ഡിഫറൻസിയേഷൻ കണ്ടതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഫങ്ഷൻസിനെയും നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരിയേറെ മെത്തേഡ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, അതേപോലെ തന്നെ ചെയിൻ റൂള്, അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിനാണല്ലോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കുറച്ച് ഇൻ്റഗ്രൽസ് കണ്ടു. ഇനി ഇത് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് അതിന് ഉള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോയിൽ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞത് അടുത്തൊരു സെക്ഷനാണ്. അപ്പോൾ ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് അതാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെത്തേഡ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ മെത്തേഡ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 299 പേജ് നമ്പർ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് കിടപ്പുണ്ടാവും. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ ഷുവറായിട്ട് നോക്കണം. അതായത് പേജ് നമ്പർ 295 ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത്. ആ എക്സാമ്പിൾസ് അതെങ്ങനെ ചെയ്തേക്കണേ എന്നുള്ളത് ഐഡിയ വേണം. കാരണം എക്സാമിന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എക്സാമ്പിൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ധാരാളം കാണാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക, കാരണം അതിനത് വർക്കൗട്ടായിട്ട് കിടക്കുന്നതാണ്. അതിനുശേഷം 7.1 പേജ് നമ്പർ 299 7.1 ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ അവിടെ 7.1 ഏകദേശം ഒരു 22 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനത്തെ എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ തന്നെ ചില സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാനുണ്ട്. അതാണ് അങ്ങനെ നമുക്ക് ഇന്ന് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് വരുന്നൊരു കാര്യം ഞാൻ അതിനകത്ത് പറയാം. 1-2 ക്വസ്റ്റ്യൻസ്, അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് കിടക്കുന്നതെല്ലാം. കാരണം അതൊന്നും പ്രൊഡക്റ്റായിട്ട് കിടക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 2 ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ടോ എന്ന് നോക്കിക്കേ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ സം ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു സം ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 8ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതിനകത്ത് എന്താ കിടക്കണേ, ax² + bx + c dx, ഇങ്ങനെയാണല്ലോ ആ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാം. a × x² dx + ഈ b നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം, x dx + c × dx. ഫൈനലി നമ്മളൊരു c കൊടുക്കണം. ഈ സ്മോൾ ലെറ്റർ c ആണെങ്കിൽ ഫൈനലി ഒരു ക്യാപിറ്റൽ c കൊടുക്കുക. ഇനി സെയിം കോൺസ്റ്റൻ്റ് അങ്ങനെ വരുന്നതുകൊണ്ട് വേണമെങ്കിൽ c1 എന്ന് കൊടുത്താലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും, ഇതെന്ന് പറഞ്ഞത് ax³ / 3 + b × x² / 2 + c × x പ്ലസ് ഒരു ക്യാപിറ്റൽ c കൊടുത്താൽ മതി. ഫൈനൽ ആൻസറായി. ഇങ്ങനെ ചെയ്യാം. ഇനി അഥവാ അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഇതിനകത്തൊക്കെ പ്രൊഡക്റ്റായിട്ട്, ഇപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ പ്രൊഡക്റ്റ് പോലെ ഉണ്ട്, പക്ഷേ അത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ സം ആയിട്ട് വരും. ശ്രദ്ധിച്ചോ, 7th ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 299 7th ക്വസ്റ്റ്യൻ. ഇനി അതേപോലെ അതല്ലെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, x³ ഒരു ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുകളിലാണ് സം ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ താഴെയുള്ള ഓരോ ടേംസിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ വീണ്ടും നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരുന്നത് ചെയ്യാൻ പറ്റും. 14ാമത്തെ ക്വസ്റ്റ്യൻ √x അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം.
ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഒരു ചെറിയ ഇതുണ്ട്, അതങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടില്ല. ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അതിനകത്ത് നമുക്ക് ആ x-1 എന്ന് പറഞ്ഞത് x³ - x² + x-1 എന്ന് പറയുന്ന ആ ന്യൂമറേറ്ററിൻ്റെ ഒരു ഫാക്ടറാണ് വരുന്നത്. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അത് പോളിനോമിയൽ ഡിവിഷനാണ് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിക്കുന്നത്. എനിവേ അതിന് ഉത്തരമുണ്ട്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത നമ്മൾ പോർഷൻ മുന്നോട്ട് പോകില്ല. നിങ്ങൾ ജസ്റ്റ് അതിനൊന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതറിയില്ലെങ്കിൽ നിങ്ങൾ പഴയ ചെറിയ ക്ലാസ്സുകൾ നോക്കിയാൽ മതി, അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി അതിനകത്ത് കോംപ്ലിക്കേഷൻസ് വരുന്ന 15 ആണെങ്കിലും നമുക്ക് ആ റൂട്ട് എക്സിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ സമ്മായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, 17 അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ഡൗട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 18ാമത്തെ ക്വസ്റ്റ്യനാണ്, 18. അപ്പോൾ നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതിയേക്കണേ. സീക്കെക്സ് നോക്കുക, സീക്കെക്സ് ഇൻറ്റു സീക്കെക്സ് പ്ലസ് ഇതിൽ വരെ നമ്മൾ ജസ്റ്റ് അതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കി. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ട്രിഗണോമെട്രിയിൽ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചാൽ ആ ഒരു ഇതിലേക്ക് വരും. നോക്കുക, അതെന്ത് വരും? സീക്കെക്സ് sec² x പ്ലസ് sec x tan x എന്ന് വരും. dx കോമൺ ആണ്. അപ്പോൾ sec² xൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ നമുക്കറിയാം, sec x tan xൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ചെയ്യുന്നില്ല, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമുല കിടക്കുന്നത്. പക്ഷേ അതിനകത്ത് നിങ്ങൾ എൻ്റെ 19-20 ക്വസ്റ്റ്യൻസ് നോക്കുക. 19-20 ക്വസ്റ്റ്യൻസിനകത്ത് അതും ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അതിനിപ്പോൾ ട്രിഗണോമെട്രിയുടെ ചില ബേസിക് റിസൾട്ടുകളൊക്കെ ചിലപ്പോൾ അറിഞ്ഞിരിക്കേണ്ടി വരും. എനിവേ അതൊന്ന് തനിയെ ചെയ്ത് നോക്കുക. 19-20. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ നമുക്കറിയാവുന്ന ഈ ഫങ്ഷൻസ്, അതായത് sec x tan x, നമുക്കറിയാവുന്ന 19 എണ്ണത്തിൽ ഒരെണ്ണമായിട്ട് ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാനായിട്ട് പറ്റും. 19-20 ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ അതിനകത്ത് 21ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സെയിം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉത്തരത്തിലേക്ക് വരാം. അല്ലെങ്കിൽ തന്നെ അത് റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, 1/√x-ൻ്റെയും നമുക്കറിയാം 2√x നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, sin 2x ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. sin 2x നമ്മൾ എങ്ങനെ ചെയ്യാം? sin 2xൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യാം. sin 2xൻ്റെ ഇതിനകത്ത് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തേക്കണേ, നോക്കണേ. sin 2x cos 3x e⁻²x അങ്ങനെയുള്ള ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ആ കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ax + b² അവിടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ax + b ഫങ്ഷൻസ്. ax + b ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഫങ്ഷനകത്ത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ ax + b ഫോമിലുള്ളൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ എന്ത് ഫോമിലാണ്? ax + b ഫോമിലാണെങ്കിൽ ഇതിനകത്ത് a എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, b എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകത ശ്രദ്ധിക്കണം. എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്താൽ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻ്റഗ്രൽ, ഇവിടെ നമ്മൾ dx എന്ന് എഴുതണം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണല്ലോ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഞാൻ ക്യാപിറ്റൽ വെച്ച് ഡിനോട്ട് ചെയ്യണം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ax + bയിൽ മാത്രം ax + b ആയിരിക്കണം ആ ഫംഗ്ഷൻ്റെ വേരിയബിൾസ് എങ്കിൽ, ax + b ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? എൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് f(x + b) ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. പക്ഷേ നമ്മളൊരു കാര്യമാണ് ചെയ്യണം. ഇവിടെ നമ്മൾ 1 ഈ എക്സിൻ്റെ കോഎഫിഷ്യനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തിട്ടേക്കണം.
ഓക്കെ, എക്സിൻ്റെ കോയിഫിഷ്യൻ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാക്കണം. എന്തുകൊണ്ടാണ് അത് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ആണെന്നിരിക്കട്ടെ, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞത് എ ആയിരിക്കും. എ ഇൻറ്റു 1 ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ബിയുടെ 0 ആയിപ്പോയി. ഇനി നമ്മളിതിനെ എക്സ് സ്ക്വയറാണ് ചെയ്യണമെങ്കിലോ, നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത് 2x ഇൻറ്റു എ. അതായത് എപ്പോഴും ആ എയിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ എടുക്കാവുന്ന ഒരു വലിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് പറഞ്ഞത്. ഇൻ്റഗ്രേഷൻ്റെ സമയത്ത് എ എക്സ് പ്ലസ് ബി ഫോമിലാണ് നമ്മുടെ ഫങ്ഷൻസ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ജസ്റ്റ് ഡിഫറൻസിയേഷൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് ചെയ്താൽ മതിയാവും. ഡിഫറൻസിയേഷൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് അതിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ നടത്തിയതിന് ശേഷം ഒരു 1/a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെന്താ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി തരാം, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം, റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം, ഇനി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/√x എഴുതുവാണ് കേട്ടോ. 1/√x എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞാണ്. അതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 1/√xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞത് 2√x ആണ്. പ്ലസ് സി, ഇവിടെയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ പ്ലസ് സി എഴുതണേ. ഓക്കെ, പ്ലസ് സി എഴുതേക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത്, ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതായത് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതേ പ്രോസസ്സിൽ നമുക്ക് 1/√(ax + b) തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം, ഇൻറ്റു 1/a. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു പ്ലസ് സി. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ തീം ടോപ്പിക് എന്ന് പറഞ്ഞാൽ ax + b ഫംഗ്ഷൻസ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ax + b ഫംഗ്ഷൻസ് നമ്മൾ ചെയ്യുന്ന കാര്യം നോക്കി, സാധാ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് തന്നിരിക്കുന്ന എക്സിന് പകരം ax + b ആണെങ്കിൽ, ax + b എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് ഒരു നമ്പർ ആയിരിക്കും, ബിയുടെ സ്ഥാനത്ത് ഒരു നമ്പർ ആയിരിക്കും. ബി ആണെങ്കിൽ 0 ആയി പോവാം. ബി 0 ആയിക്കഴിഞ്ഞാൽ അത് ax എന്ന് പറയുന്ന രീതിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സാധാ നമ്മൾ ചെയ്യുന്ന മോഡലിൽ അതിനെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യണം, എയുടെ കോയിഫിഷ്യൻ്റ് അവിടെ എന്തുണ്ടോ അതിനെ വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടേക്കണം. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നിയാലും പിന്നീട് നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ അവിടെ കിടന്നോട്ടെ. ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നമുക്ക് 299 പേജിൽ 299 പേജിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻ്റഗ്രലിന് എഴുതും ഇൻ്റഗ്രൽ ax + b സ്ക്വയർ. ax + b സ്ക്വയർ ശ്രദ്ധിക്കണം, ഈ ഫംഗ്ഷൻ എന്താണ്, ax + bയിലുള്ളൊരു ഫംഗ്ഷനാണ്. ax + bയിലുള്ളൊരു ഫംഗ്ഷനാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ ഉണ്ടാൽ മതി, ax + bയുടെ ഇൻ്റഗ്രൽ കാണണം. അത് എത്ര കിട്ടും, ഇൻ്റഗ്രലാണ്, ഡെറിവേറ്റീവ് അല്ല. അത് /3 എന്ന് എഴുതും. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തേക്കണം, ഒരു 1/a കൂടി എഴുതിയിട്ടേക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കേ. അതിനകത്ത് പറഞ്ഞേക്കുന്നത് sin 2x ഇൻ്റഗ്രൽ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, ഇവിടെ 2 × x എന്നാണ് വന്നേക്കണേ. എയുടെ സ്ഥാനത്ത് 2 വന്നു എന്നുള്ളൂ, ബിയുടെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും, സാധാ sin 2x ഇൻ്റഗ്രൽ നോക്കണേ, മൈനസ് ഇടണം. മൈനസ് cos 2x ആണല്ലോ sin 2xൻ്റെ ഇൻ്റഗ്രൽ. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തോളണം, ആ എനെ നമ്മളങ്ങ് എഴുതിക്കൊള്ളണം, പ്ലസ് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ നെഗറ്റീവ് cos 2x/2 പ്ലസ് സി. അതുപോലെ തന്നെയാണ് cos 3x. ഇനി e⁻² ആണെങ്കിലോ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിക്കേ, ഇൻ്റഗ്രൽ e⁻3x അല്ലേ, ഇൻ്റഗ്രൽ e⁻3x dx വരുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയണത് e⁻3x തന്നെയാണല്ലോ. e⁻3x ഇൻ്റഗ്രൽ e⁻xൻ്റെ ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ e⁻x തന്നെ. അപ്പോൾ e⁻3x ഇൻറ്റു 1/3 പ്ലസ് സി. സിമ്പിളാണല്ലോ.
ആ കാര്യം ക്ലിയർ ആയോ? ഈ കാര്യം സെപ്പറേറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പല സ്ഥലത്തും ഇത് കാണും. പക്ഷേ അങ്ങനെ ഉള്ളപ്പം തന്നെ ഈ ഫോമിലല്ലാത്തത് നമ്മൾ മാറിക്കളയരുത്, നമ്മൾ ചിന്തിക്കരുത്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കണേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, √(x)(x+a). ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല. ഇവിടെ ax+b, ഓക്കെ, ഇത് ax+b ഫോമിൽ കിടക്കണേ. എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് ചെയ്യും. തെളിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ എഴുതാം. ഇൻ്റഗ്രൽ x(√(x+a). ഇവിടെ നോക്കിക്കേ, ഇവിടെ x എന്ന് പറഞ്ഞ് കിടക്കണേ. അപ്പോൾ x എന്ന് പറയുമ്പോൾ നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് തന്നെയല്ല, പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രൊഡക്റ്റുമാണ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് അറിയാനും പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യണം. അതിനെപ്പറ്റി നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നത്. അവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ x+b ഫോം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ, ഇപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ പറ്റില്ല, മീൻസ് ഈ രീതിയിൽ ചെയ്താൽ പറ്റില്ല. ഇനി നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വരും. ഒരു ഉദാഹരണത്തിന് നമ്മുടെ എക്സസൈസിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അടുത്ത എക്സസൈസിൽ അങ്ങനെ നമുക്ക് തെറ്റിദ്ധരിച്ച് പോകുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ x/√(x+4). ഇത് നോക്കുമ്പോഴും അതിൻ്റെ താഴെ കിടക്കുന്നത് ഏതാണ്ട് x+b ഫോമിലാണ് കിടക്കുന്നത്, പക്ഷേ മുകളിലൊരു x കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ് നമുക്ക് സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ തന്നേക്കുക. ഇപ്പോൾ x+b². ഇതിനകത്ത് ഈ ഫംഗ്ഷൻ്റെ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ അതിനെ ഡയറക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു മെത്തേഡായിട്ടല്ല അറിഞ്ഞിരിക്കേണ്ടേ, അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സസൈസ് 7.2 ഒരു എക്സസൈസും കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. 7.2 അതായത് പേജ് നമ്പർ 304, പേജ് നമ്പർ 304 ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, √(x+b). ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? നമ്മളൊരു √(x)നെ എങ്ങനെ കൺസിഡർ ചെയ്യും അതേ രീതിയിൽ തന്നെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, x+b⁴(1/2 dx) എന്ന് എഴുതാം. ഇത് നമുക്ക് 1/2 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, x+b⁴(1/2 + 1) എന്ന് വെച്ച് കഴിഞ്ഞാൽ അരേ 1 1/2, അല്ലെങ്കിൽ നമുക്ക് അതിനെ 3/2 എന്ന് എഴുതാം, ബൈ 3/2 എന്ന് എഴുതാം. ഞാൻ ഇവിടെ പ്ലസ് ഇപ്പോൾ എഴുതുന്നില്ല, നമുക്ക് ഫൈനൽ ആൻസറിൽ എഴുതിയാൽ മതി. ഞാൻ അതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം 2/3 x+b⁴(3/2 + c). അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, അതായത് പേജ് നമ്പർ ഇപ്പോൾ 304 ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, പേജ് നമ്പർ 7.2 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ, x(x+2). ഇതിൻ്റെ അകത്ത് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 7 കിടക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 7 കിടക്കുന്നത് ഇങ്ങനെയാണ്. 7 കിടക്കുന്ന ഞാൻ താഴെ ഭാഗത്ത് എഴുതാം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 7 കിടക്കുന്നത് ഇങ്ങനെയാണ്, x(x+2). x(√(x+2). ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ശരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡിലേക്ക് പോകുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചേക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു ടേം ax+b ഫങ്ഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ 304 പേജ് നമ്പർ 304 തന്നെ അതിൻ്റെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയാണത് കിടക്കുന്നത്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറഞ്ഞാലാണ് ആ ക്വസ്റ്റ്യൻ പറയാൻ പറ്റുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറഞ്ഞിട്ടേന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം അത് ഞാൻ പറഞ്ഞോളാം. ആ സമയത്ത് അത് നമുക്ക് ആവശ്യം വരും.
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. AX+B ഫോമിൽ വരുന്ന ഫങ്ഷൻസ്, AX+B ഫോമിൽ വരുന്ന ഫങ്ഷൻസ് സാധാ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഒരു 1/a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഓർക്കുക. വെരി സോറി, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു 1/a ഫൈനൽ ആൻസറിൽ ഇൻറ്റു 1/a ഇട്ട് കൊടുക്കണേ. അത് നിങ്ങൾ തെറ്റിച്ച് കളയല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 1/a കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ആൻസർ ക്ലോസ് ചെയ്യാൻ. ഇൻറ്റു 1/a ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് എത്തും. അപ്പോൾ അതാണ് AX+B സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ 7.1 എക്സസൈസിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29 തന്നിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22, പേജ് നമ്പർ 299. ഇതിനകത്ത് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, d/dx ഓഫ് f of x. d/dx ഓഫ് f of x ആണ് നമുക്ക് തന്നേക്കണം എന്തെന്ന്, 4x³ മൈനസ് 3/x⁴ എന്ന്. ഓക്കെ, അതിനകത്തൊരു കണ്ടീഷനൊക്കെ തന്നിട്ടുണ്ട്. f(2) = 0 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് f(2) = 0. അത് എന്തിനാണ് ഇത് തരുന്നതെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമ്മളോട് പറഞ്ഞേക്കണത് f of x എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ആണെന്ന് ഡയറക്റ്റ് തരാതെ പറഞ്ഞേക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കാര്യം നമ്മൾ അറിയേണ്ട കാര്യം, നമ്മളിപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു, cos x ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ cos x-ൻ്റെ ഇൻ്റഗ്രൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, sin x കിട്ടി. cos x-ൻ്റെ ഇൻ്റഗ്രൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, sin x കിട്ടി അല്ലേ. നെഗറ്റീവ് sin x എന്നാണ് വരുന്നത്. അത് ഇടാനുള്ള കാരണം നമ്മൾ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് എഴുതി വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഫംഗ്ഷൻ കിട്ടും. അല്ലെങ്കിൽ മെയിനായിട്ട് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി, ഇൻ്റഗ്രൽ ഓഫ് f prime x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു f prime x dx ഈസ് ഈക്വൽ ടു f of x. ഈ ഒരു ഐഡിയ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. തിരിച്ചും d/dx ഓഫ് ഇൻ്റഗ്രൽ ഓഫ് f of x ഈസ് ഈക്വൽ ടു f of x. ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയില്ല, പക്ഷേ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. ഇൻ്റഗ്രലിനകത്തെ ഡെറിവേറ്റീവ് f prime x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണല്ലോ. പിന്നെ d/dx എന്ന് എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും സെയിം മീനിങ്ങാണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഫംഗ്ഷൻ ഡയറക്റ്റ് കിട്ടും. ഇനി അതല്ല, ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ആൻ ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് സെയിം ഫംഗ്ഷൻ ആയിരിക്കും. ആ ഒരു കാര്യം ഇവിടെ പ്ലസ് തീർണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് 4x³ മൈനസ് 3/x⁴. അപ്പോൾ ഈ ഫംഗ്ഷന് ഇതിൻ്റെ ഡെറിവേറ്റീവ് തന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഡിവൈഡ് 4x³ മൈനസ് 3/x⁴ dx. ഇത് ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. ഇതിൻ്റെ ഫൈനൽ ആൻസർ ഞാൻ എഴുതാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന് നമുക്ക് ഇങ്ങനെ കിട്ടും. എൻ്റെ പവർ ഒന്ന് കൂടി, ഡിവിഷൻ പവർ ചെയ്തു, ഇവിടെ ആ പവർ ഒന്ന് കൂടി, -4 എന്ന് നമ്മൾ എഴുതിയാണ്. 3 നമ്മൾ പുറത്തേക്ക് എഴുതിയിട്ട് -4 എന്നാക്കി എഴുതി. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ സ്റ്റാൻഡേർഡായിട്ട്. അപ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഇത് -3 ആണല്ലോ, ഇപ്പോൾ -1 വരുമെന്നുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് x⁴ പ്ലസ് x⁻³ എന്ന് കിട്ടും. ഒരു പ്ലസ് c ഉണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം ഇനി നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ f(2) = 0 എന്ന് തന്നിട്ടുണ്ട്. ഇത് തന്ന് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവുക. എന്തിനാ f(2) 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ f of x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഫംഗ്ഷനകത്ത്
2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ 0 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ f(2) = 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ 2 ആയിരുന്നേ, 2⁴ മൈനസ് 2⁻³ = 0 എന്നാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം 2⁴ മൈനസ് 2⁴ വാല്യൂ കൊടുക്കാം 1/2³ അത് 0 ആണ് അർത്ഥം. ഓക്കെ, സോറി, ഇവിടെ ഒരു +c ഇട്ട് കൊടുക്കണേ. +c ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം. +c ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, c ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. c എങ്ങനെ കണ്ടുപിടിക്കും? c നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നമുക്ക് c കിട്ടുന്നത് ഇത്, ഇവിടെ പ്ലസ് ആയിരുന്നു, എടുത്തപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പുറത്തേക്ക് c കണ്ടുപിടിക്കാൻ എത്ര കിട്ടും? -2⁴, ഇവിടെ പ്ലസ് ഇങ്ങോട്ട് പോകുമ്പോൾ -1/2³. ഈ ആൻസർ കൊടുക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. എനിവേ, അവിടുത്തെ ആ നമ്പർ എന്ന് പറഞ്ഞത് അതിനകത്ത് ഓപ്ഷൻ കണ്ടുപിടിച്ചിട്ടാണ് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കാണാൻ പറ്റും, കാരണം മൈനസ് ആണല്ലോ c വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈനൽ ചെയ്ത് നോക്കുമ്പോൾ 129/8 ആണ് കിട്ടുന്നത്. -129/8 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂ ഈ സിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. പേജ് നമ്പർ 299 22ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ x⁴/x³ അതിൻ്റെ ഓപ്ഷൻ എ ആണ് സെയിം ആൻസർ 129/8. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് നോക്കാം. പേജ് നമ്പർ 297 എക്സാമ്പിൾ 4, പേജ് നമ്പർ 294 എക്സാമ്പിൾ 4 കൂടെ നോക്കിയാൽ ആ സിയുടെ വാല്യൂ എടുത്തേക്കണം കാണാം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് മെത്തേഡ്സ്, ഫസ്റ്റ് നെയിംഡ് മെത്തേഡ്സ് ഒന്നും തുടങ്ങിയില്ല. അതിന് മുമ്പ് ax+b വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാര്യം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഇത് മെത്തേഡ്സുമായിട്ട് പറയുമ്പോൾ കൂട്ടി കുഴയേണ്ടെന്ന് വെച്ചിട്ട് നേരത്തെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഫസ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.